ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു പഞ്ചരത്ന ദാൽ കിച്ചടിയാണ് കേട്ടോ. പഞ്ചരത്ന ദാൽ കിച്ചടി, ഇതിൽ നമ്മൾ ഒരു 5 ടൈപ്പ് ഓഫ് ദാലാണ് ഇടാൻ പോണത്. ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ ചെറുപരിപ്പ്, പിന്നെ നമ്മുടെ പച്ചപ്പയർ, അങ്ങനെ ധാന്യങ്ങൾ വെച്ചിട്ട് കേട്ടോ. അതിലെ ഫില്ലിങ്ങുമാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഫട്ടാഫട്ട് തയ്യാറാക്കി എടുക്കാം. ഓക്കെ, ശരി, ഒരു വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് പരിപ്പ് വേണ്ടത് എന്ന് നോക്കാം നമുക്ക്. ഈ ദാൽ കിച്ചടി ഉണ്ടാക്കാനായി നമ്മൾ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് നമ്മൾ ചെറുപരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പച്ചപ്പയറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ ഈ ദാലുകളൊക്കെ നമ്മൾ 1/2 കപ്പായിട്ട് എടുക്കുമ്പോൾ അതൊരു 2 കപ്പ് വരും കേട്ടോ. ഇത് ഏകദേശം ഒരു 5 to 6 ആൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണ ഒരു കിച്ചടിയാണ് കേട്ടോ. സോ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ആൾക്കാർ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്തോളൂ, ഇല്ല കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് പറഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് നല്ലോണം കഴുകി അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിക്കണം. അതായത് 2 കപ്പാണ് നമ്മൾ ഇതെല്ലാം കൂടി എടുത്തിരിക്കുന്നത്, അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിക്കണം. ഏത് മെഷർമെൻറ്റ് ഏത് കപ്പ് എടുക്കണോ അതുതന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, ഒരു പീസ് ഇഞ്ചി കൂടി ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി പ്രഷർ കുക്കറിൽ നല്ലോണം ഒരു 5-6 വിസിൽ വരട്ടെ കേട്ടോ. നമ്മളൊരു 20 ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ശരിയാക്കി ഒന്ന് കുനുകുനുകുനേന്ന് മുറിച്ച് വെക്കുക കേട്ടോ. ഒരു പാനിൽ ഒരു വലിയ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ എണ്ണ യൂസ് ചെയ്യാനേ പോണില്ല, ഫുൾ ആൻഡ് ഫുൾ ഈ ദാൽ കിച്ചടി നെയ്യിലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അതിൻ്റെ ആ സ്മെല്ലും ഉണ്ടാക്കുമ്പോൾ ആ നെയ്യിൻ്റെ മണവും എല്ലാം കൂടി അങ്ങനെ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് ഇടുക, 1 സ്പൂൺ ജീരകം ഇടുക, ദെൻ അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ അതിലേക്ക് ഓമം, എന്താ വെച്ചാൽ എല്ലാം ദാലായതുകൊണ്ട് ഗ്യാസ് വരാതിരിക്കാനാണ്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കായപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് കാഷ്യൂനട്ട്, പിന്നെ അതിലേക്ക് മുന്തിരിപ്പരിപ്പ്, ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇടാം, ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അതിലേക്ക് ഇത് മുന്തിരിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അത് നല്ലോണം വഴന്ന് വരട്ടെ. അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ ഒരു നല്ല വാസന, കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നല്ല വാസനയാണ് അതിപ്പം തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്താ പറയുക, ആ നെയ്യിൻ്റെ വാസനയും എല്ലാം കൂടി നല്ല രസമുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ വെന്ത ദാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇടുക. ഇട്ട ശേഷം നമ്മൾ അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നെയ്യാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുക കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കും പറഞ്ഞിട്ട് തീരുമാനിച്ചതാണ്. അതിലേക്ക് 2 20 ചെറിയ ഉള്ളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക, അതിനെ വഴറ്റുക. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നല്ലോണം ചുവക്കെ വറുത്തിട്ട് അതിനെയും കൂടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പോരാത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളതിനെ അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിലുണ്ട്. ഇതെല്ലാം ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ നെയ്യിൻ്റെ വാസനയും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി നെയ്യ് വേണം തോന്നിയത് കൊണ്ട് ഞാൻ ആ മുകളിൽ എഗെയിൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെർവിങ് ബൗളിലാക്കുന്നുണ്ട്. കുറച്ച് കഴിച്ചാൽ മതി, ഒരുപാടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കുകയും വേണ്ട കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ നെയ്യല്ലേ, അപ്പോൾ നമ്മളൊരു 3 മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, സോ അടിപൊളി. അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ബാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പപ്പടവും അതിന് കൊണ്ടാട്ടവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഒരിക്കലെങ്കിലും കേട്ടോ. എപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കാൻ പറയില്ല, ബിക്കോസ് നെയ്യൊന്നും അത്ര
നമുക്ക് എന്നും ഇത്രയൊക്കെ കഴിക്കണ അത്ര ഹെൽത്തിന് കേടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ ഞാൻ പഞ്ചരത്ന ദാൽ പറഞ്ഞിരുന്നു. സോ അതിൽ ഒരു ദാൽ ഞാൻ ഇടാൻ മറന്നിട്ടുണ്ട്. അത് ഏത് ദാലാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതാണെന്നുള്ളത്. ഓക്കെ. ഹലോ വിയേഴ്സ്, ഇപ്പോൾ നമ്മൾ ദാൽ കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു. സോ അത് വന്ന് വളരെ, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വിതിൻ നോ ടൈം. പിന്നെ നമുക്കതിന് വല്ല പപ്പടമോ എന്തെങ്കിലും വെച്ചിട്ട്, അച്ചാറോ എന്തെങ്കിലും വെച്ച് കഴിക്കാം. നല്ല ഫില്ലിങ്ങും ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളാരും അതിന് ഉണ്ടാക്കിയെന്നോ അതിൻ്റെ റെസിപ്പി ഏതെങ്കിലും ഉണ്ടാക്കിയെന്നോ അങ്ങനെ ഒരു കമൻസും കേൾക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻസിലൊന്ന് അറിയിക്കൂ കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, ശരിയായോ എന്താണെന്നുള്ളത് കേട്ടോ. ഹാപ്പി കുക്കിംഗ്.